ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ് ബൈ ആൽഫിൻ. ആൽഫിൻ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്കിന്നൊരു വണ്ടിയുണ്ട് നമ്മുടെ കൂടെ. അത് കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ EV എനിക്ക് എന്നും സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മൾ യൂട്യൂബ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, യൂട്യൂബ് ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് ചില കാരണം കൊണ്ട് നിർത്തേണ്ടി വന്നു. പക്ഷെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. വളരെ പെട്ടെന്ന് തന്നെ 500 സബ്സ്ക്രൈബേഴ്സായി. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഷൗട്ട് ഔട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അവർ യൂട്യൂബ് ഫാമിലി. നമ്മളെന്തായാലും നമുക്ക് ഇതിൻ്റെ 2025 മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളിതിൻ്റെ 2026 മോഡല് ഏറ്റവും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ തൽക്കാലം നമുക്ക് എന്തായാലും 2025 മോഡൽ ചെയ്യാം. നമ്മുടെ ഇന്നുള്ളത് EV6 ആണ്. എന്ത് അടിപൊളി ഭംഗിയായിട്ടാണ് അവർ ഇതിൽ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ഇന്നുള്ളത് ലാൻഡ് എന്ന് പറയുന്ന മോഡലാണ്. ലാൻഡിൻ്റെ തന്നെ പ്രീമിയം മോഡലാണ് നമ്മുടെ ഇന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മോഡൽസ് അല്ലെങ്കിൽ രണ്ട് അപ്ഗ്രേഡ്സും കൂടെ വരുന്നുണ്ട്. GT അപ്ഗ്രേഡ്, അങ്ങനെ ഒരു 2 മോഡൽ ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ വരുന്നുണ്ട്. ടോപ്പ് ഓഫ് ദ ലൈനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറാസ് വരുന്നുണ്ട്, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിന് അതൊന്നുമില്ല ലാൻഡ് എന്ന് പറയുന്ന മോഡലിന്. പക്ഷേ ഇതിന് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ടെയിൽ ഗേറ്റ് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ EV6ൻ്റെ കീ നോബ് വരുന്നത്. ബാക്കി കിയേൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു കീ നോബാണ് ഇതിന് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്, ലോക്ക് ബട്ടൺ മേളിൽ വരുന്നുണ്ട്. പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി ബൂട്ട് ഓപ്പൺ ആവും. ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാനിക് ബട്ടൺ ആണ്. പിന്നെ നമുക്കിവിടെ റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഫോബൊക്കെ ആണെങ്കിലും വൈറ്റ് ഫോബാണ്. മൊത്തത്തിലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് ഭംഗിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ വൈറ്റ് ബോഡി കളറും അതുപോലെ അടിയിലേക്ക് വരുമ്പോഴത്തേനും പിയാനോ ബ്ലാക്ക് ഫിനിഷും കൂടെ ആകുമ്പോഴത്തേനും മൊത്തത്തിൽ ആ വണ്ടീൻ്റെ ഒരു എടുപ്പ് തന്നെ മാറുന്നുണ്ട്. ഇതൊരു ഹാച്ച് ബാക്ക് ആണ്. പക്ഷേ ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു മസിൽ കാർ ഫീൽ നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു ബോഡി ലൈൻസ്, നമ്മുടെ ഈ ഹുഡിൽ വരുന്ന 2 ലൈൻസ്, പിന്നെ ആ താഴോട്ടൊക്കെ വരുവാണെങ്കിലും ഹെഡ് ലാമ്പിൻസ് ഒരു ഡിസൈൻ എലമെൻറ്റും താഴത്തെ ആ ഒരു ഡിസൈൻ എലമെൻ്റ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി നല്ലൊരു ബൾക്കി ലുക്ക് അതിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ 2 LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആണ്, വൈറ്റ് ലൈറ്റ് ആണ് അതിന് വരുന്നത്. പിന്നെ നമുക്കിവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മേളിലേക്ക് വരുമ്പോൾ കിയേൻ്റെ ബാഡ്ജിങ് ഒരു സ്റ്റീൽ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ എലമെൻ്റ് ആണ് ഈ വണ്ടീനെ EV6നെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിർത്താൻ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 20 ഇഞ്ച് കോണ്ടിനെൻ്റിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അതുപോലെ 20 ഇഞ്ചിൻ്റെ അലോയ്സ് വരുന്നുണ്ട്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷും പിന്നെ ഒരു സ്റ്റീൽ ഫിനിഷും കൂടെ ചേർന്നൊരു ഫിനിഷാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു മെട്രിക്സ് കൈൻഡ് ഓഫ് ഡിസൈനാണ് ആ ഒരു അലോയ്ക്ക് വരുന്നത്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗ്ലോസിയാണ്. പിന്നെ നമുക്കിവിടെ വീൽ ക്ലാഡിങ് വരുന്നുണ്ട്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ചെറിയൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്. മിറേഴ്സ് ആണെങ്കിൽ നല്ല അടിപൊളി ഒരു കിടുക്കൻ ലുക്കിലാണ് അത് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അത് വണ്ടീനെ ഒരു നല്ലൊരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ എന്നാൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ലുക്ക് അതിന് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വണ്ടീൻ്റെ ബോഡി കളർ വൈറ്റ് ആണ്. പിന്നെ അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലും കൂടെ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും അതൊരു അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് അത് ബ്ലാക്ക് വന്നു. അതുപോലെ ഈ പില്ലറിൻ്റെ ഈ ഒരു ഭാഗം ബ്ലാക്ക് വന്നു. പിന്നെ നമുക്ക് സൈഡിൽ പിന്നെ താഴെ ക്ലാഡിങ്ങിലേക്ക് വരുമ്പോഴും അതും ബ്ലാക്ക്. അപ്പം മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വളരെയധികം അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കതുപോലെ ഈ ബ്ലാക്കിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ബാക്ക് വരെയും അത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലഷ് ഔട്ട് ഹാൻഡിൽസ് ആണ്.
അടിപൊളിയായിട്ടുണ്ട്. നമ്മളിത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അകത്തോട്ട് പോകും. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു 45 ഡിഗ്രി ആംഗിളിലൊക്കെ ഇത് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് ഓപ്പൺ ആക്കാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ഇത് ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര നീറ്റാണ്. ഭയങ്കര നീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റാണ്. നമുക്ക് ആ വണ്ടി മൊത്തത്തിൽ അത് ക്ലീൻ ആയിട്ടും പിന്നെ അതിൻ്റെ ആ ഡിസൈനിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ ഇവിടുന്ന് ഒരു ബോഡി ലൈൻ ഇതേപോലെ വന്ന് നമുക്ക് സെക്കൻഡ് റോ വരെ ഇങ്ങനെ ഇവിടെ വരെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഷാർപ്പായിട്ടുള്ള ബോഡി ലൈൻസ് ആണ്. നിങ്ങൾക്ക് ഇതിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല ഷാർപ്പായിട്ടുള്ള ലൈൻസ് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഫോം ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് സെക്കൻഡ് റോയിൻ്റെ ഗ്ലാസ് ഏരിയ ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് മാനുഫാക്ചർ തന്നെ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് അത് പ്രൊഡക്ഷനിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴും ആ ഒരു ഡിസൈൻ എലമെന്റ് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വീൽ ക്ലാഡിങ് ബാക്കിലൂടെ അതിങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടീനെ സർക്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടീൻ്റെ ഒരു 360 വ്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ വണ്ടീനെ എന്താ പറയുക, ഒരു റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതിനൊരു അടിപൊളി കിടുക്കൻ ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് എത്രത്തോളം ഓരോരുത്തർക്ക് ഓരോ ഡിസൈൻ അല്ലെങ്കിൽ ഓരോ ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് ഇതിൻ്റെ ബാക്കും എനിക്ക് മൊത്തത്തിൽ ഈ വണ്ടി മൊത്തത്തിൽ എനിക്ക് ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് പോകും, പൈസ ഉണ്ടെങ്കിൽ. പക്ഷെ അത്രത്തോളം ഇതിന് ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര പ്ലെയിൻ ആണ്, പക്ഷെ ഭയങ്കര ബോൾഡാണ്. അതേ സമയത്ത് ഭയങ്കര ഒരു മസിൽ കാർ ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിന് മാത്രമുള്ള പവറും ഉണ്ട്. ഇഷ്ടം പോലെ പവറാണ്. ഇഷ്ടം പോലെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പവറുണ്ട്. നിങ്ങൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആണ് ഈ വണ്ടിയെന്ന്. നമ്മൾ ഈ EV9 വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ ആ ഒരു പവർ ഇതിൻ്റെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനും അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കിടുക്കം പവറാണ്. അടിപൊളി പവർ എന്ന് പറഞ്ഞാൽ അടിപൊളി പവറാണ്. അത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അതേ സമയത്ത് ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുപോലെ പുതിയതായിട്ട് EVയിലേക്ക് വരുന്ന ഒരാൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് കിയ EVകളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് നിങ്ങൾ കമന്റിൽ പറയാം. എന്തായാലും നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഡിസൈൻ എലമെന്റ് നിങ്ങൾ തന്നെ നോക്കി, എന്നാ ഭംഗിയാന്ന് നോക്കി. നമുക്ക് ഈ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പോയിലർ കൈൻഡ് ഓഫ് ഡിസൈനും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈനും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ഈ വണ്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കിയേൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പർ സൈഡിലേക്ക് നോക്കുമ്പോൾ EV6ൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ബ്രഷ്ഡ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് നമുക്ക് താഴോട്ട് വരുന്നത്. ചെറിയൊരു സ്ട്രിപ്പ് അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു വൈറ്റിനെ ഇവിടെ രണ്ടും വൈറ്റ് വരുന്നുണ്ട്. അതിവിടെ കൃത്യമായിട്ട് അത് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അത് മൊത്തത്തിൽ ആ ഒരു ഏരിയ മുഴുവൻ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇത് മൊത്തത്തിൽ ബ്ലാക്ക് കട്ട് ചെയ്യാനും, ബ്ലാക്ക് കൂടുതലുള്ള സ്ഥലം ബ്ലാക്ക് കട്ട് ചെയ്യാൻ വൈറ്റ് കൊടുക്കുന്നു. അതുപോലെ വൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് ഒന്നെങ്കിൽ ബ്ലാക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റീൽ ഫിനിഷിനുള്ളൊരു ഡിസൈൻ കൊടുക്കുന്നു. അത് മൊത്തത്തിൽ ഈ വണ്ടിയിൽ നമുക്ക് എവിടെ നോക്കിയാലും അത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ബ്രേക്ക് ലാമ്പിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എന്ത് ഭംഗിയായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് നോക്കി. ഈ ഒരു മെട്രിക് ഡിസൈനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഡിസൈൻ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെയാണെങ്കിൽ ആ ഒരു സ്റ്റീൽ ഫിനിഷിന് ഇങ്ങോട്ട് വന്ന ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തത് ഭയങ്കര നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് എലമെൻറ്റ്. മൊത്തത്തിൽ ആ ഡിസൈൻ അവർ എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഇവിടെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമുക്ക് റിവേഴ്സിലേക്ക് ഇടുമ്പോൾ റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇതാ ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് വരുന്നത്. റിവേഴ്സ് ലാമ്പ് വരുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇലക്ട്രോണിക്കലി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു കൂപ്പേ ഡിസൈൻ ആണ് കേട്ടോ ഇത്. മൊത്തത്തിൽ നിങ്ങൾക്കിപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു മൊത്തത്തിലൊരു കൂപ്പേ ഡിസൈനാണ്. ഒരു ഹാഷ് ബാക്ക് ആണ്, SUV ക്യാരക്ടർ ഉണ്ട്, അതേ സമയത്ത് കൂപ്പേ ഡിസൈനാണ്. മൊത്തത്തിലൊരു ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ കൺസെപ്റ്റാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ലൈറ്റ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ
സെക്കൻഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഒരു പുൾ ബാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം നമുക്ക് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇത് നമുക്ക് വീട്ടിലൊക്കെ കുത്തി ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചാർജറാണ് വരുന്നത്. പിന്നെ നമുക്ക് ടയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടയറില്ല. ടയർ മൊബിലിറ്റി കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റാണ് വരുന്നത്. അതിനകത്തൊരു ഇൻഫ്ലേറ്റർ ഉണ്ടാവും, അതുപോലെ അതിനകത്ത് ആ ഒരു ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലിക്വിഡ് നമ്മുടെ ഈ ഇൻഫ്ലേറ്ററിലൂടെ വിട്ട് അത് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഇതിന് ടയറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് അത്ര സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ട്, അതേസമയത്ത് ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു SUV സ്പേസ് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ അതേ സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലോസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആവും. എനിക്കിതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ടൊരു ബോൾഡാണ്, സെയിം ടൈം കുറച്ച് മസിൽ പവർ, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇനി ഡിസൈൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തേക്ക് കയറാം. അക്കമാണെങ്കിൽ നമ്മൾ EV ഒരു 9ലൊക്കെ കണ്ട പോലെ ഉള്ളൊരു ഡിസൈൻ കൺസെപ്റ്റാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നമുക്ക് സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ 2 മെമ്മറി സീറ്റിൻ്റെ ബട്ടൺസ് കാണാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വിൻഡോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ സ്വിച്ചസ് ഉണ്ട്, അതുപോലെ ചൈൽഡ് സേഫ്റ്റീൻ്റെ സ്വിച്ചസ് ഉണ്ട്, ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ മിറർ ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനുകളുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ആവും. പിന്നെ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് നമ്മൾ ചാർജ് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് ഓപ്പൺ ആവും. അതുപോലെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഈ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ വരുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ ഫ്യൂസ് ബോക്സും അതുപോലെ ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു പോർഷൻ വരുന്നുണ്ട്. നമുക്ക് അകത്ത് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ ഒരു ഫ്രങ്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് എത്രയുണ്ട് സ്ഥലം നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഫ്രങ്ക് ഓപ്പൺ ചെയ്യാം. ഹൈഡ്രോളിക് ആണ്, അതുകൊണ്ട് അത്രയും നമുക്ക് മസിൽ പിടിക്കണ്ട. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സിസ്റ്റം വരുന്നത്. ബാറ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ക്ലോസ്ഡ് ഒന്നുമല്ല. നമുക്ക് ഇവിടെ ആണെങ്കിലും കണ്ടോ, നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോർഷനാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ അധികം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് പറ്റും. എന്തായാലും നല്ല നീറ്റായിട്ട് തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എന്തായാലും ക്ലോസ് ചെയ്യാം. ഹൈഡ്രോളിക് ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ഇത് ക്ലോസ് ചെയ്യാൻ. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനമാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് അത് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് അതോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും. നമുക്ക് എന്തായാലും ഇനി തിരിച്ചകത്തോട്ട് കയറാം. നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ബാക്കി കിയ കാർസിലൊക്കെ കാണുന്ന പോലെ 2 സ്ക്രീൻ യൂണിറ്റാണ് ഇതിന് വരുന്നത്. അത് ഡ്രൈവർ സെൻട്രിക് ആണ്, നല്ല റെസ്പോൺസീവ് ആണ്. അതുപോലെ ആ ഒരു ക്വാളിറ്റിയൊക്കെ അമേസിങ്, അത്ര അടിപൊളിയായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ അത് ലെതർ റാപ്ഡ് ആണ്, ഡ്യുവൽ കളേർഡ് ആണ്. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ആഷ് കളറും ഒരു ബ്ലാക്ക് കളറും അങ്ങനത്തെ ഒരു ഫിനിഷാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കൺട്രോൾസിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇൻഫോർമേഷൻ മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ടയർ പ്രഷർ, അതുപോലെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് അസിസ്റ്റിൻ്റെ ബട്ടൺസൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ കാണുന്ന പോലെ സ്പോർട്ട്, മൈ ഡ്രൈവ്, സ്നോ, ഈക്കോ, നോർമൽ, ഇങ്ങനെ 5 ഡ്രൈവ് മോഡ്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ യൂസ് ഇലക്ട്രിക് കാറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലത് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ യൂസിനാണ് നമുക്ക് ഇതിനകത്ത്
ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഇവിടെ പാഡൽ ഷിഫ്റ്റർ മാറ്റുന്നതിനനുസരിച്ച് നമുക്കിവിടെ അതിൻ്റെ കാര്യങ്ങൾ മാറുന്ന കാണാം. ഇൻഫോർമേഷൻ നമുക്ക് ഓരോ ലെവലുകൾ ഇതിനകത്ത് മാറുന്ന കാണാം. പിന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇതിനകത്ത് വോളിയം കൺട്രോൾസ്, അതുപോലെ മ്യൂസിക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ FM-ൻ്റെ ചാനൽ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റ് നമ്മുടെ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. കാരണം എല്ലാ EVകളിലും അല്ലെങ്കിൽ കിയ കാർസിലും മിക്ക കിയ കാർസിലൊക്കെ നമ്മൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, അതുപോലെ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ റിപ്പിറ്റേറ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ഡിസൈൻ ഒരു എലമെൻറ്റിലേക്ക് പോവാം. നമുക്കിനി ഈ ഒരു സെൻട്രൽ കൺസോളിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റഡ് ആണ്. നമുക്ക് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഇവിടെ ഒരു നല്ലൊരു യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയൊരു കാര്യമല്ല, കാരണം ബാക്കി കിയ കാർസിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാത്തത്. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് കിയയുടെ കാറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കയറി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിത് എത്രത്തോളം നമ്മുടെ മറ്റു വീഡിയോകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്കിനി എന്തായാലും താഴോട്ട് പോവാം. നമുക്ക് താഴോട്ട് വരുമ്പോൾ നമ്മൾ EV9 കണ്ട പോലെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. USB Type-C ആണ് അത് വരുന്നത്. ഇവിടെ നമുക്ക് ചാർജിങ് USB Type-C വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ താഴെയായിട്ട് വീണ്ടും ഒരു USB Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്കിനി സെൻറ്റർ ആം കൺസോളിലേക്ക് പോവാം. ഇതും എനിക്കൊരു ഭയങ്കര പ്രിയപ്പെട്ടൊരു സെറ്റപ്പാണിത്. നമ്മൾ EV9 ഞാനിത് പറഞ്ഞിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിവിടെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് EV6-ന്. നമുക്ക് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ നമുക്കൊരു 10 കിലോൻ്റെ പഴത്തിൻ്റെ അരി വെക്കാനുള്ള അത്രയും സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. കണക്റ്റഡ് ഒന്നുമല്ല, നല്ല വൃത്തിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് ഇവിടെയൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ആ ഡിസൈൻ എക്കണോമിക്സും അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഒരു ബട്ടൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിംഗ് ഉണ്ടോ, നമ്മൾ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും ഹീറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. അത് നമുക്ക് 3 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പാസഞ്ചർ സൈഡിൻ്റെ ഹീറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് സെലക്ടേഴ്സ് വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ടിൽട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. റിവേഴ്സായി, അതുപോലെ ന്യൂട്രലായി. പിന്നെ നമുക്കിവിടെ P ഞെക്കി കഴിഞ്ഞാൽ പാർക്കിലേക്ക് അത് പോകും. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ക്യാമറാസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പാർക്കിംഗ് അസിസ്റ്റിൻ്റെ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഹോളിലാൻഡിൻ്റെ മൈക്കുണ്ട്. നമ്മളതിൻ്റെ ലോങ് ടേം റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിവിടെ ഇൻഡക്ഷൻ ചാർജിങ്ങിൻ്റെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഞാൻ നമ്മുടെ EV9 ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇതേപോലെ ഒരു സെയിം ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും പറയുന്നത്. കാരണം ഇതും നമ്മുടെ EV9 കണ്ട പോലെ തന്നെയാണ്. നമുക്ക് ആ ഒരു റബ്ബർ ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻസ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ആംബ്രസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഡീപ്പാണ്, അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു കീ ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസാണ് നമുക്ക് ഈ ഒരു സ്ഥലം. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വണ്ടി നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ ക്രാംഡ് അല്ല, കളേഴ്സൊക്കെ ആണെങ്കിലും നല്ല കളേഴ്സാണ്. എന്ത് മനോഹരമായിട്ടാണ് ഇവരിത് മൊത്തത്തിൽ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ഒരു ഫിനിഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ക്ലോത്ത് ഫിനിഷ് പോലെ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് ചെറിയ പ്ലാസ്റ്റിക് എലമെൻ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ തീരെ തോന്നുന്നില്ല. അങ്ങനെ അവിടെ അങ്ങനത്തെ ഒരു ഫിനിഷാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും ഒരു ലെതർ ടൈപ്പ് ഫിനിഷ് വരുന്നുണ്ട്. സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ഫിനിഷാണ്. നമുക്ക് ഈ കൈ വെക്കുന്ന ഒരു ഏരിയ ഒക്കെ ലെതർ ഫിനിഷ് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ഇവിടെ ആണെങ്കിലും ഒരു കാർബൺ ഫിനിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്ലോത്തോ അല്ലെങ്കിൽ കാർബൺ ഫിനിഷ് അല്ലെങ്കിൽ എന്താണേലും നല്ല കിടുക്കനായിട്ടുണ്ട്. സാധനം നല്ല ഭംഗിയുണ്ട്. അതുപോലെ കൈ വെക്കാനാണെങ്കിലും നല്ല സുഖമുണ്ട്. പിന്നെ നമ്മൾ സീറ്റ്സിലേക്ക് വരുമ്പോൾ എനിക്കിതിൻ്റെ സീറ്റും നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല കിടുക്കനായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ലെതർ ഒറിജിനൽ ലെതർ അല്ല, എന്നാലും ഇതിൻ്റെ ലെതർ നല്ല കിടുക്കൻ ലെതറാട്ടോ. നല്ലൊരു ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഒക്കെയാണെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആണ്. മോട്ടറൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതുണ്ടോ, ഞാൻ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും റെസ്പോൺസീവായിട്ട് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ തീമൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഭംഗിയാണെങ്കിലും ഇപ്പോൾ ഈ സീറ്റ്സിൻ്റെ ആണെങ്കിലും ഇത് കണ്ടോ, ഒരു ബ്ലാക്ക്, അതുപോലെ മേളിലാണെങ്കിലും ബ്ലാക്ക്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ ഒരു ഫിനിഷും ഇവിടെ ഒരു ഫിനിഷും. അതുപോലെ നമുക്ക് ഈ ഒരു വെന്റിലേഷൻ അല്ല, നമുക്ക് ഈ ഇതിനകത്ത് ഹീറ്റഡ് സീറ്റ്സ് ഉള്ളതാണ്. ഒരു വെന്റിലേറ്റർ ടൈപ്പ് ഫാബ്രിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല കുഷനിങ് എഫക്റ്റ് ആണത്. നമുക്ക് തല വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സൺവൈസേഴ്സ് വരുന്നുണ്ട്, മിറേഴ്സ് വരുന്നുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് LED ലൈറ്റാണ്. നമുക്ക് അതുപോലെ ഇവിടെ ആണെങ്കിലും ലൈറ്റ്സ് വരുന്നുണ്ട്. അത് ടച്ച് കൺട്രോൾഡ് ആണ്. SOSൻ്റെ വരുന്നുണ്ട്. അതുപോലെ ടോയിങ് അസിസ്റ്റിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ആ ഒരു ലൈറ്റ് കൺട്രോൾസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ എന്ത് ഭംഗിയായിട്ടല്ലേ അവർ കൊടുത്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്താനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഇപ്പോൾ ബട്ടണായിട്ടാണ്. പണ്ട് നമ്മൾ ചെറിയ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ ആയിട്ടായിരുന്നു അവർ നേരത്തെ കൊടുത്തേക്കുന്നത്. അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബട്ടൺ ഫിനിഷാണ് അവർ കൊടുത്തേക്കുന്നത്. നമ്മൾ പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് മിറേഴ്സ് വരുന്നുണ്ട്, ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്കിനി എന്തായാലും പാസഞ്ചർ സൈഡിൽ നമുക്കിവിടെ ഗ്ലോ ബോക്സ് നോക്കാം. ഗ്ലോ ബോക്സ് ആണെങ്കിലും നല്ല വലിയ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതിനകത്ത് പേപ്പേഴ്സും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വലിയ ഗ്ലോ ബോക്സ് ആണ്. പിന്നെ നമുക്ക് സൈഡ് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടീന് മൊത്തത്തിൽ ഡിസൈനാണ് ശരിക്കും എനിക്ക് പേഴ്സണലി സ്റ്റാൻഡ് ഔട്ടായിട്ട് ഫീൽ ചെയ്തത്. നമുക്കിനി എന്തായാലും ബാക്കിലേക്ക് പോയിട്ട് ബാക്കിലത്തെ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഡോറൊക്കെ നല്ല കനമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ഉന്തി മാറ്റുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കനമാണ്. ഞാൻ ഇതൊന്ന് അടച്ചും കൂടെ കാണിച്ചു തരാം. അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ സൗണ്ട്. ആ ഒരു തക്ക് ഫീൽ കണ്ടോ, അത്രയും കനമുണ്ട് ഇതിൻ്റെ ഡോറിന്. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ സ്ഥലം തന്നെ. എൻ്റെ വായിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആവുന്നുണ്ട്. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാക്കിൽ നല്ല സ്ഥലം വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സീറ്റിൻ്റെ റിക്ലൈനിങ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു പുൾ ബാർ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇതുപോലെ റിക്ലൈൻ മാറ്റാൻ പറ്റും. തൈ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടുക്കൻ. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്, നല്ല സ്പേസ് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ആംറസ്റ്റും കൃത്യം സ്പേസ് ആട്ടോ. നമ്മൾ കൈ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ രണ്ട് സൈഡിലും കൈയൊക്കെ വെക്കാൻ കൃത്യമായിട്ട് ആ ഒരു ഇതിലാണ് അവർ കൊടുത്തേക്കുന്നത്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഒക്കെ ഫാബ്രിക് ആണെങ്കിൽ നന്നായിട്ടുണ്ട്. ആ ഒരു ലെതറാണ്. ലെതറിൻ്റെ ആ ഒരു ഫിനിഷും നല്ല സോഫ്റ്റാണ്. മൊത്തത്തിൽ അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ഇരിക്കുന്ന റിക്ലൈനിങ് ആംഗിൾ ആണെങ്കിൽ നന്നായിട്ടുണ്ട്.
ഇതുണ്ടോ, നമുക്കിപ്പോൾ കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ നല്ല റിക്ലൈനിങ് പൊസിഷനിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരു ട്രിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റിലാക്സ്ഡ് ചെയ്ത് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് വരുന്നത് ഇവിടെ ഒരു ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഇവിടെ USB Type-C പോർട്ട് വരുന്നുണ്ട്. അത് അപ്പുറ സൈഡിലും നമുക്ക് പോർട്ട് വരുന്നുണ്ട്, ഇതുപോലെ USB Type-C പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് നമുക്ക് വെൻ്റ് ഇവിടെയല്ല കൊടുത്തേക്കുന്നത്, നമുക്കിവിടെ ഈ ഒരു ബി പില്ലറിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ ബാക്കിലേക്കുള്ള എയർ വെൻ്റ് കൊടുത്തേക്കുന്നത്. അത് നല്ല എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്, അതുപോലെ കോട്ടൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. ഗ്ലാസ് ഏരിയ ആണെങ്കിലും ഭയങ്കര ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യത്തിന് നല്ല ഒരു ലൈറ്റിനകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു കോണിങ് ഗ്ലാസ് വരുന്നുണ്ട്, സൈഡിൽ ഒരു ചെറിയൊരു ഗ്ലാസ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു എന്താ പറയുക വെളിച്ചം ഈ വണ്ടിക്കകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബാക്കിലേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ്സ് വരും. അപ്പുറ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ബാക്കിലെ വിശേഷങ്ങൾ. നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്കൊക്കെ വരുമ്പോൾ ഇതിനകത്തോട്ട് കൂടുതൽ ഫീച്ചേഴ്സ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ബ്രോഷർ ഞാൻ ഇതിനകത്ത് ലിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ട്രിമ്മിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്തായാലും ബ്രോഷർ ലിങ്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉള്ള ലാൻഡാണ്, ലാൻഡിൻ്റെ പ്രീമിയം മോഡലാണ്. പിന്നെ അതിനകത്ത് തന്നെ 2 അപ്ഗ്രേഡ്സ് വരുന്നുണ്ട്. അതിലേക്കൊക്കെ പോകുമ്പോഴത്തേനും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല പാക്ഡ് ആണ് ഈ വണ്ടി. ഇതിൻ്റെ ഡിസൈനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കാം. നമ്മൾ അത്യാവശ്യം ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, എങ്കിലും ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാനതൊന്ന് ഇനീഷ്യലി അതിൻ്റെ ഡ്രൈവ് ചെയ്തൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇനി നമുക്ക് എന്തായാലും പോയി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് നോർമൽ മോഡലാണ്. നമുക്ക് നോർമൽ മോഡൽ തന്നെ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് വണ്ടി. നമുക്കിനി സ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇൻസ്റ്റൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കൻ പവറാണ് നമുക്ക് വരുന്നത്. ചവിട്ടി കഴിയുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് പോവുക, നല്ല കിടുക്കനായിട്ടുണ്ട്. നല്ല പോക്കാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ടെസ്ലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു EVകളുടെ ഒരു സ്പീഡും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡൈനാമിക്സ് ഒക്കെ എനിക്കറിയാം. എങ്കിൽ പോലും ഇതിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രത്തോളം ഇത് പവർഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്കിനി ഇന്ന് ഈക്കോയിൽ ഇടുമ്പോൾ അതിനനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ, കിടുക്കൻ. അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ ഈക്കോയിൽ ഇടുമ്പോഴത്തേനും ഇതുണ്ടോ, നമ്മൾ ചവിട്ടുമ്പോൾ അത്രയും റെസ്പോൺസ് അല്ല, നമുക്ക് ആ ഒരു ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് നമുക്ക് പവർ വരുന്നത്. അതേ സമയത്ത് നമ്മൾ സ്പോർട്ടിലേക്ക് ഇടുമ്പോഴത്തേനും നല്ല പവർ ഡെലിവറി വരുന്നുണ്ട്. അത് ഓരോന്നിലേക്കും മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് എവിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു പവർ ഡെലിവറി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം ഞാനിത് ഈക്കോയിലാണ്, അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു എന്താ പറയുക ഭയങ്കര ഒരു എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ എന്താ ഒരു ഭംഗിയായിട്ടാണ് അത് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതൊരു കിടുക്കം വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്കണോമിക്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സെറ്റപ്പ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര റെസ്പോൺസീവാണ്, ത്രോട്ടിൽ കിടുക്കനാണ്. നമുക്ക് അതുപോലെ ഈ റീജനറേറ്റീവ് ബ്രേക്കിങ് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പോൾ ഞാൻ ഐപെഡലിലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ മുമ്പോട്ടാക്കി ആക്സിലേറ്റർ വിട്ടപ്പോൾ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. അങ്ങനെ മൊത്തത്തിൽ നല്ല കൃത്യമായിട്ട് ഈ വണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻജിനീയറിങ് എന്താ പറയുക, അതിൻ്റെ ഒരു ഏതൊരു കില്ലാടിയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻജിനീയർ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും അടിപൊളിയായിട്ട് ഇവർ മൊത്തത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. നിങ്ങൾ ആരെങ്കിലും EV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പെർസ്പെക്റ്റീവ് വേറെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും EV കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്കിന്ന് വണ്ടി തന്നത് കിയ സ്ട്രാറ്റ്ഫോർഡ് ആണ്.
ഇപ്പോൾ നിങ്ങൾ സ്ട്രാറ്റ്ഫോർഡ് അല്ലെങ്കിൽ വുഡ്സ്റ്റോക്ക്, ലണ്ടൻ, ഏത് റീജിയൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വണ്ടി, നിങ്ങൾ കിയൻ്റെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഡ് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റ്ഫോർഡ് കിയ, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ $500, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ $500 നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ബ്രോഷർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ബൈ.